രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിനെ തീവ്രമായ വാക്കുകളിലൂടെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഉന്നയിക്കുന്നത്. ഈ വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയ കൊല്ലം പത്മനാഭ സ്വദേശി വേണുവിന്റെ ദുരന്തമരണവും ആരോഗ്യരംഗത്തെക്കുറിച്ച് സർക്കാർ നടത്തുന്ന പ്രചാരണ തള്ളുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേവലം ഒരു രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം സാധാരണ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഭരണകൂടത്തിന് നേരെ ഉയർത്തുന്നുണ്ട്. ജിൻഡോ ജോണിന്റെ വിമർശനത്തിലെ ഏറ്റവും മൂർച്ചയേറിയ ഭാഗം സംസ്ഥാനത്തെ ആരോഗ്യരംഗം ലോകോത്തര നിലവാരത്തിലാണെന്ന് സർക്കാർ നിരന്തരം തള്ളുകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം ചികിത്സയ്ക്കായി സ്ഥിരമായി അമേരിക്കയിലേക്ക് പറക്കുന്നു എന്നതിനെ കുറിച്ചാണ്. തന്റെ വാക്കുകൾക്ക് ശക്തി പകരാൻ കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച് നടത്തുന്ന അമേരിക്കയെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള അതിശയോക്തി കലർന്ന അവകാശവാദങ്ങളെ അദ്ദേഹം പരിഹസിച്ചു. ഈ അവകാശവാദങ്ങൾക്കിടയിലും സാധാരണക്കാരായ രോഗികൾക്ക് നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരിതപിച്ച വേണു മരിച്ച സംഭവത്തെ ജിൻഡോ ജോൺ എടുത്തു പറയുന്നുണ്ട്. ഈ മരണത്തിന്റെ കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു വാചകം പോസ്റ്റിലെ ശ്രദ്ധാകേന്ദ്രവുമായി. ഒന്നാം നമ്പർ തള്ള് നിരന്തരം നടത്തിയിട്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് വിമാനം കയറുന്ന പിണറായി വിജയന് ചങ്കൂറ്റമുണ്ടോ തുടർ ചികിത്സ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടത്താൻ? അതിനുള്ള കരുത്തൊന്നും ആ കുപ്രസിദ്ധ ഇരട്ടച്ചങ്കിൽ ഉണ്ടാകില്ലെന്നറിയാം. എന്നാലും പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ആരോഗ്യയാത്രകളെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ പാളിച്ചകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ജിൻഡോ ജോൺ. വിദേശ ചികിത്സ തേടുന്ന ഒരു ഭരണാധികാരി താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ഗുണമേന്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസ്യതയില്ലായ്മയാണ് ഈ വിമർശനം അടിവരയിടുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഭരണത്തലവൻ തന്നെ വിദേശത്തെ മയോ ക്ലിനിക്കിനെ ആശ്രയിക്കുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഇതോടെ വീണ്ടും ശക്തമാവുകയാണ്. കൊല്ലം സ്വദേശിയായ വേണു ഹൃദയ സംബന്ധമായ അസുഖത്തിന് അടിയന്തര ആൻജിയോഗ്രാം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയതെന്നതാണ് കേസ്. ആശുപത്രിയിലെ ദുരനുഭവങ്ങൾ അദ്ദേഹം സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ വിവരിച്ചിരുന്നു. ഈ ശബ്ദ സന്ദേശം പിന്നീട് പുറത്തു വരികയും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ജിൻഡോ ജോൺ ഈ മരണത്തെ കേവലം ചികിത്സാ പിഴവായി കാണുന്നില്ല. അദ്ദേഹം ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അഥവാ ഭരണകൂട കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വേണു മരിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം കെടുകാര്യസ്ഥതയും അവഗണനയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിറഞ്ഞ തകർന്നുപോയ ഒരു സിസ്റ്റമാണ് എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ച മെഡിക്കൽ കോളേജ് സംഭവം, മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും സൂചിയും നൂലും പഞ്ഞിയും പോലും ഇല്ലാത്ത സർക്കാർ ആശുപത്രികൾ, ഇത്തരം അവസ്ഥകൾക്കിടയിലും നടക്കുന്ന കപ്പൽ കണക്കുള്ള തള്ളുകൾ, ഇത്തരം സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഈ കൊലക്കുറ്റത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജിനും കൊട്ടാരം വിദൂഷകർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ജിൻഡോ ജോൺ പറയുന്നു. ആരോഗ്യവകുപ്പിലെ പിടിപ്പുകേടിനെ കുറിച്ച് തുറന്നു പറഞ്ഞ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്ത സംഭവങ്ങളും പ്രതിപക്ഷം ഈ വേളയിൽ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത അവസ്ഥ കൈവരിച്ചുവെന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തെയും ജിൻഡോ ജോൺ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. കോടികൾ മുടക്കി നടത്തിയ ആ തള്ളു നടന്ന് ഒരാഴ്ച തികയും മുൻപെയാണ് വേണുവിനെ പോലുള്ള ഒരാൾ സർക്കാർ ആശുപത്രിയിൽ അവഗണിക്കപ്പെട്ട് മരിച്ചത്. കോടികൾ മുടക്കി നടത്തിയ അതിദരിദ്രരില്ലെന്നുള്ള തള്ളു നടന്നതിന്റെ ഒരാഴ്ചക്കകം സർക്കാർ ആശുപത്രിയിൽ അവഗണിക്കപ്പെട്ട് മരിച്ച വേണുവിനെ പോലുള്ള അതിസമ്പന്നരെ താങ്കൾ കാണാതെ പോകല്ലേ? ഈ വാക്യം സാമൂഹിക നീതിയെക്കുറിച്ചും ഭരണകൂടത്തിന്റെ മുൻഗണനയെക്കുറിച്ചുമുള്ള ചോദ്യം ശക്തമാക്കുന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ തേടാൻ കഴിവില്ലാത്ത സർക്കാരിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ നിസ്സഹായതയെ അദ്ദേഹം പരിഹാസ രൂപേണ അതിസമ്പന്നനെന്ന് വിളിക്കുന്നുമുണ്ട്. കാരണം സ്വന്തം ജീവൻ നിലനിർത്താൻ പോലും സൗകര്യമില്ലാത്ത ഒരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ ദാരിദ്ര്യം മറ്റെന്തുണ്ട്? വിമർശനം ഉന്നയിക്കുന്നതിനോടൊപ്പം ചില വിചിത്രമായ പരിഹാര നിർദ്ദേശങ്ങളും ജിൻഡോ ജോൺ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാം നമ്പർ തള്ളിനിടയിൽ മരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു ആഗോള സംഗമം നടത്തണം. അവരുടെ മരിച്ചടക്ക ചടങ്ങിന് വാങ്ങിയ സാധനങ്ങളുടെ നികുതിയിൽ നിന്ന് തന്നെ ഇതിനായി കോടികൾ വകമാറ്റണം. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറുകളിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂട്ടി എത്രയും വേഗത്തിൽ ഒരു ഭരണകൂട കൊലപാതക കോൺക്ലേവ് നടത്തണം. പോസ്റ്റിന്റെ അവസാന ഭാഗം ഒരു ശാപവചനത്തിന്റെ സ്വരമാണ് കൈക്കൊള്ളുന്നത്. സാധാരണക്കാരുടെ കണ്ണീർ കടലിൽ ഈ കപ്പൽ മുങ്ങിത്താഴാൻ പോകുകയാണെന്നും സാധാരണക്കാരെ മുതൽ ശബരിമല വരെ കൊള്ളയടിച്ചതുമായി കടന്നു കളയാൻ നിങ്ങളെ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെട്ട പല അഴിമതി ആരോപണങ്ങളെയും ഈ ഭാഗം സൂചിപ്പിക്കുന്നുമുണ്ട്. അവസാനമായി ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇനിയും തള്ളാൻ നാണമുണ്ടോ സർ
എന്ന ചോദ്യത്തോടെയാണ് ജിൻഡോ ജോൺ തന്റെ രൂക്ഷ വിമർശനം അവസാനിപ്പിക്കുന്നത്. ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളെയും സർക്കാർ അവകാശവാദങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമിടയിലെ വലിയ അന്തരം എത്രമാത്രം ഉണ്ടെന്നും വരച്ചു കാട്ടുന്നുണ്ട്. വേണുവിന്റെ ദാരുണമായ മരണം ഒരു കേവല സംഭവമല്ല, മറിച്ച് സംവിധാനത്തിന്റെ പരാജയം സാധാരണക്കാരന്റെ ജീവൻ അപഹരിക്കുന്നതിന്റെ നേർചിത്രമാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ ചികിത്സയും തകർന്നുപോയ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും തമ്മിലുള്ള താരതമ്യം ഭരണകൂടത്തിന് നേരെ ശക്തമായ ജനരോഷമുയർത്താൻ ശേഷിയുള്ളതാണ്.